ഹലോ ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാക്കയും കരയുണ്ട്. അവിടെ വേറെ എന്തോ പണി നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ കുടുകുടുള്ള സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇല്ല, പിന്നെ എന്തൊക്കെ സൗണ്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് സംഭവം എന്താ വെച്ചെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സ്കൂൾ പോയ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പ് പോയിട്ട് ഫോം പിടിച്ചതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ 10th ക്ലാസ്സിൽ ഞാൻ എങ്ങനെ ലീഡറായി എന്നുള്ളതാണ്. മറ്റ് ക്ലാസ്സുകളിലൊക്കെ ലീഡർ ആവണ പോലെയല്ല, 10th ക്ലാസ്സിൽ ലീഡർ ആവണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് ആയതാണ് ഞാൻ 10th ക്ലാസ് ലീഡർ. അത് പിന്നെ മാറൂലേ, ആ ഒരു കൊല്ലം ആ ആളെന്നെ ആയിരിക്കും. എല്ലാവരും വോട്ട് ചെയ്തൊക്കെ എടുക്കണതാണ്, എല്ലാവരും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഞാൻ 9th ക്ലാസ്സിൽ ആഴ്ചക്ക് ഞങ്ങളെ ലീഡർ മാറ്റുവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ 10th ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ലീഡർ ആവണത്. സംഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞങ്ങൾ 9th നിന്നാണ് 10th ക്ലാസ്സിലെ ട്രിപ്പ് പോയത്. അതിന് കാരണം ഞങ്ങളെ പുതിയ ഹെഡ് മാസ്റ്ററായിരുന്നു. അതുപോലെ തന്നെ പുതിയ ഹെഡ് മാസ്റ്റർ വന്നപ്പോൾ വേറൊരു സംഭവം കൊണ്ടുവന്ന് 10th ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ, അതായത് ഓരോ ഡിവിഷന് ബോയ് ഓർ ഗേൾ അങ്ങനെ വെച്ചിട്ടായിരിക്കും. അതായത് എന്താ പറയുക, 10th A ബോയ് ആണെങ്കിൽ 10th B പെണ്ണുങ്ങൾ മാത്രം മത്സരിക്കുക, 10th C ആൺകുട്ടികൾ, 10th D പെൺകുട്ടികൾ, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 10th D ആയിരുന്നു. അപ്പോൾ അതിൽ പെൺകുട്ടികൾ മാത്രമേ മത്സരിക്കാനുള്ളൂ, ആൺകുട്ടിക്ക് അവിടെ ഓപ്ഷൻ ഇല്ല. ഞങ്ങൾ 10th D ഡിവിഷനിൽ പെൺകുട്ടികൾ മാത്രം. അപ്പം ഞാൻ ഈ ലീഡർ കാര്യങ്ങൾ അതൊന്നും എൻ്റെ തലയിലില്ല ഇനി. കാരണം ഓൾറെഡി ഞാൻ ചെറിയൊരു കുരുത്തം കെട്ട സാധ്യതയായിരുന്നു. അതുകൊണ്ട് ഈ ലീഡർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതൊക്കെ തലയിൽ വെക്കണം, പിന്നെ നമ്മളെ ഇതൊന്നും നടക്കൂലല്ലോ എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി. പിന്നെ എന്ന് വെച്ചാൽ ലീഡർ ആവണമല്ലൊക്കെ ഭയങ്കര പഠിപ്പിച്ചും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. അങ്ങനെയാണല്ലോ ഉണ്ടാവില്ലേ, ഒരു ഉണ്ടാകാൻ സമ്മതിച്ചില്ല, കുറേ പേര് എഴുതും, അങ്ങനെയൊക്കെയാണല്ലോ. എന്നിട്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പം പെൺകുട്ടികൾ മാത്രമാണല്ലോ ഞങ്ങളുടെ ഡിവിഷനിൽ, പെൺകുട്ടികൾ മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർ പറഞ്ഞ ആരൊക്കെ മത്സരിക്കണേ എണീറ്റ് വരാൻ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുണ്ട്, ഓക്ക് താല്പര്യമുണ്ട്. അപ്പോൾ പറഞ്ഞു, എടി എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്, ആരും എണീക്കണമെന്നില്ല ഇനി. അപ്പം ഞാൻ നന്നായി പോയിക്കോ പറഞ്ഞു. പറഞ്ഞു, എടി ഒറ്റയ്ക്കാവുമ്പോൾ ശരിക്കും ഒരു മത്സരം കാര്യങ്ങളൊന്നുമില്ലല്ലോ, അതൊരു വോട്ടിങ്ങും കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ ഒരൊറ്റയ്ക്കാവുമ്പോൾ, രണ്ടാളെന്തായാലും വേണം. അതുകൊണ്ട് ഇജും വാ പറഞ്ഞേ, വെറുതെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞേ. ഞാൻ പറഞ്ഞേടി ഞാൻ വരുന്നു, വേറെ ആരും വിളിച്ചില്ല, ഈ വാന്ന് പറഞ്ഞിട്ട് ഓളെ വിളിച്ച് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി നിന്നിട്ട് എന്നെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ചിരി തുടങ്ങിയേക്കണേ, കാരണം ഞാനൊക്കെ ലീഡറെ. ഓക്കെ. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ലീഡർ ആവണ പോലെ ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയ എന്തോ പ്രസംഗം പോലെ എന്തോ പറയണല്ലോ, അതേപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ പോലെ എന്താണെന്നോ, അതേപോലെ ലീഡർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുക അതാന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഓളിങ്ങനെ വന്നിട്ട് ഞാൻ ലീഡർ ആയാലും അങ്ങനെ ആക്കും, നമ്മൾ ഇതാക്കും, മറ്റേ മറിച്ചെന്നൊക്കെ ഓൾ കുറേയൊക്കെ പറഞ്ഞ് അടുത്ത് ഞാനാ, വേറെ ആരുമില്ലല്ലോ, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ട് പറഞ്ഞു, ഏതായാലും ഞാൻ തോക്കാൻ പോകും, ഞാൻ വലിയ കുറേ പ്രസംഗമൊന്നും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, കാരണം ഞാൻ ലീഡർ ആവണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്കുള്ളായിരുന്നു. സോ ഞാൻ പറഞ്ഞേ, എന്താ പറയുക, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊലൂട്ടായി എന്തെങ്കിലും മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പോകുന്നത് നമ്മളെ ക്ലാസ്സിൽ 10 മക്കളെന്തോ ഉള്ളൂ. അതിൽ 10, 11, 12 ആൾക്കാരട്ടോ വോട്ടിങ്ങിൽ വന്നപ്പം ഓക്ക് വോട്ട്, ബാക്കി അത്രയും ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്ത്. എന്തിനാ മുട്ടായിക്കും വേണ്ടിയിട്ടാണ്, അല്ലാണ്ട്. എന്നിട്ട് ഞാൻ ജയിച്ചപ്പോൾ ഞാൻ തന്നെ അന്തം മുട്ട് വയ്ക്കണേ, എന്താ ഇപ്പോൾ എന്നിട്ട് എല്ലാവരും മുട്ടായൊക്കെ മേടിച്ചു കൊടുത്തിട്ടോ. ഞാൻ ആ പൈസ പോയല്ലോ എന്നുള്ള ആ ഒരു ഇതാ എൻ്റെ ആ ഒരു അന്നത്തെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 റുപ്യക്ക് ഒരു ദിവസം കിട്ടാന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ കിട്ടലാണ്. വരുമ്പോൾ മുട്ടായി അങ്ങനെ, പോകുമ്പോൾ മുട്ടായി അങ്ങനെ, അങ്ങനെ 1 റുപ്യക്ക് സിപ്പപ്പ് വരുമ്പോൾ അങ്ങോട്ട് 1 റുപ്യക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ മേടിക്കും, അങ്ങോട്ട് 1 റുപ്യക്ക് പോകുമ്പോൾ 1 റുപ്യൻ്റെ സിപ്പപ്പ് മേടിക്കും. അങ്ങനെയായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ യാത്രയും കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്താ പറയുക, എന്നിട്ട് ക്ലാസ്സിൽ ഇതിപ്പോൾ ലീഡർ ആയല്ലോ, ഇനി എല്ലാ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് വെക്കേണ്ടതല്ലേ. പക്ഷേ ഞാനാണല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഡെയിലി തല്ലിട്ടലുണ്ട്. എന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. ഡെയിലി ഒന്നാലോചിക്കുക, ഡെയിലി എൻ്റെ ഓർമ്മയിൽ എനിക്ക് തല്ലിട്ടാത്ത ദിവസം എനിക്ക് പറയാൻ കഴിയില്ല. തല്ലിട്ടിട്ടുണ്ട് കേട്ടോ, ലീഡർ ആയി കഴിഞ്ഞിട്ടൊക്കെ തല്ലിട്ടിട്ടുണ്ട്.
അത് എന്താ പറയുക ബെല്ലടിച്ചുമ്പോൾ എല്ലാവരും ക്ലാസ് കയറണം. അപ്പം ഞാനെല്ലാവരും ക്ലാസ് കയറ്റിയിട്ട് ഞാൻ ലാസ്റ്റാണ്. ഞാൻ എ ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഓളടുത്ത് പോയി വർത്താനം പറഞ്ഞ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഓടി ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചർ കണ്ട് ടീച്ചർ അവിടെ നിൽക്കുന്നു പറഞ്ഞ് ടീച്ചർ തല്ലി. അങ്ങനെ കുറേ തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പി ടി എ മീറ്റിംഗ് ഉണ്ടായിന്. എൻ്റെ പി ടി എ മീറ്റിങ്ങിന് അങ്ങനെ ആരും വരാറില്ല. ഉമ്മമ്മ ഇനി വരില്ല. എൻ്റെ അറിവിൽ 8ാം ക്ലാസ്സിൽ നിന്ന് ഒരു വട്ടം ഉമ്മമ്മ വന്നിട്ടുണ്ട്. ഡാഡി മമ്മി ഗൾഫിലായതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മേയാണ് ഞങ്ങളെ ടേക്ക് കെയർ ചെയ്തത്. സോ പിന്നെ ഉമ്മമ്മക്ക് അങ്ങനെ വരാൻ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഷീ കുഡിൻറ്റ് അറ്റൻഡ് മൈ പാരൻസ് മീറ്റിംഗ്. ഇംഗ്ലീഷ് വല്ലപ്പോഴും ആണ്ടിലൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഈ തൊള്ളയിലെ ഇംഗ്ലീഷൊക്കെ. അപ്പം എന്നിട്ട് എന്താക്കി ഇംഗ്ലീഷ് വന്നു അതും മറന്നുപോയി. എന്നിട്ട് 8ാം ക്ലാസ്സിൽ ഒരു വട്ടം വന്നിട്ടുണ്ട്. പിന്നെ 9ാം ക്ലാസ്സിൽ എൻ്റെ മൂത്ത, അതായത് എൽഡർ സിസ്റ്ററാണ് വന്നിട്ടുണ്ടായിരുന്നത് 9ാം ക്ലാസ്സിൽ. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓക്ക് യാപകമുണ്ട്. ഓക്കതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും എൻ്റെ പാരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ഓളിപ്പോഴും പറയലുണ്ട് ഇനി ജന്മത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ വരില്ലായിരുന്നു. അങ്ങനെ ഓള് പോയി. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ ആരും വന്നിട്ടില്ലേ. ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് ഇവിടുന്ന് ആരും വരാനൊന്നുമില്ല. അപ്പോൾ +1 എൻ്റെ മറ്റേ 2ാമത്തെ ഇലക്ട്രിസിറ്റി പഠിക്കുന്നത് ഇത് +2ലാണ്. +1 അവിടെ തന്നെ. ഞാൻ 10 പഠിക്കുമ്പോൾ +1, ഞാൻ 9 പഠിക്കുമ്പോൾ 10. അങ്ങനെ ഞങ്ങൾ 1.5 വയസ്സിൻ്റെ ഡിഫറൻറ്റ് ഉള്ളൂ. എന്നിട്ട് ഇവള് നോക്ക് ഇൻ്റർവെല്ലായപ്പോൾ ഓള് വന്നിട്ട് വരാതല്ല, അങ്ങനെ കയറി കുത്തിരിക്കുക അങ്ങനെ ചെയ്യില്ല. ഓളോട് ഫ്രണ്ടും വന്നിട്ട് ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞേ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കഥ. അപ്പം വീഡിയോ ഇത്ര ഉള്ളൂ. ഓക്കെ, ബൈ. കൈ കുറച്ച് ടാൻ അടിച്ചതാണ് വെയിലുകൊണ്ടിട്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലുള്ളുണ്ട്. ഓക്കെ, ബൈ.